തിരുവനന്തപുരം മുതുവിള ചെല്ലഞ്ചി റോഡിന് നടുവിലെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി തുടങ്ങി. റോഡിന് സമീപം നിന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റാതെയായിരുന്നു ടാറിംഗ്. മീഡിയ വൺ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് MLAയുടെ ഇടപെടൽ. മീഡിയ വൺ ഇംപാക്ട്. ഷിജോ കുര്യനോട് വിവരങ്ങൾ നൽകാൻ. ഷിജോ, വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു നമുക്ക് ഇന്നലെ ഷിജോ തന്നെ കാണിച്ചു തന്നത്. റോഡിന് നടുവിൽ വൈദ്യുതി പോസ്റ്റ്. ഇന്ന് ആ പോസ്റ്റുകളൊക്കെ മാറ്റിയോ? ആ കാഴ്ചകൾ ഇനി കാണാൻ കഴിയില്ലേ? നൗഫല, ഇനിയിപ്പോൾ ആ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ അല്പം പ്രയാസപ്പെടേണ്ടി വരും. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ടാറിങ് വന്നാലേ ഇങ്ങനെയുള്ള കൗതുകരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇനി ഭാവിയിൽ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ കാണാൻ കഴിയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും അങ്ങേയറ്റം രസകരമായിട്ടുള്ള, കൗതുകരമായിട്ടുള്ള, തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള ഒരു ടാറിങ് ഒക്കെയാണ് ഇവിടെ തിരുവനന്തപുരം ചെല്ലഞ്ചി മുതുവിള നന്ദിയോട് പ്രദേശത്ത് നടന്നിട്ടുള്ളത്. അവിടെ ഏതാണ്ട് 13.5 കിലോമീറ്റർ റോഡ് 13.5 കോടിയിലധികം രൂപ മുതൽ മുടക്കിയാണ് അവിടെ ടാർ ചെയ്തത്. അപ്പോൾ ഈ ടാർ ചെയ്തപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ഒന്നാം ഘട്ട ടാറിങ് പൂർത്തിയായി. ആ ടാറിങ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അവിടെ റോഡിന് വലിയ വീതിയൊന്നുമില്ല. അപ്പോൾ വലിയ ഒരു 2 വണ്ടിക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്ന അത്രയും വീതിയില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ അവിടെ നല്ല സന്മനസ്സുള്ള നാട്ടുകാരൊക്കെ ആയതുകൊണ്ട് അവർ പിരിവിട്ട് സൗജന്യമായിട്ട് തന്നെ 1 മീറ്റർ സ്ഥലം 2 വശങ്ങളുമായിട്ട് നൽകുകയും ചെയ്തു. അപ്പോൾ ഈ റോഡിന്റെ നടുഭാഗത്തായിട്ട് ഇലക്ട്രിക് വൈദ്യുത പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ വൈദ്യുത പോസ്റ്റുകൾ മാറ്റിയിട്ട് വേണം സാധാരണ നിലയിൽ അവിടുന്ന് ടാർ ചെയ്ത് പോകാനായിട്ട്. പക്ഷേ KSEB ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും ടാറിങ്ങിന് വന്ന ജീവനക്കാർ ആ പോസ്റ്റിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ റോഡ് ടാർ ചെയ്ത് അങ്ങ് പോയി. നമ്മൾ ഇന്നലെ വാർത്തയാക്കി. ആ വാർത്ത വന്നതിന് പിന്നാലെ പ്പെടുകയും ഇന്ന് രാവിലത്തോടു കൂടി മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ പറയുന്ന മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ക്രമീകരിക്കും. അതിന്റെ ചിലവ് ഒരുപക്ഷെ KRC തന്നെ വഹിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും മീഡിയ വൺ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് അതിനകത്ത് DK മുരളി ഇടപെട്ടത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന, നീതീകരിക്കാവുന്ന കാര്യമല്ല നടന്നത്. റോഡിന് നടുക്കായിരുന്നു ഇലക്ട്രിക് പോസ്റ്റ്. ആ ഇലക്ട്രിക് പോസ്റ്റിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ് ടാറിങ്ങിന് വന്ന ജീവനക്കാർ ടാറിങ് പൂർത്തിയാക്കി പോയത്. പക്ഷേ ബുദ്ധിമുട്ട് മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന കാൽനട യാത്രക്കാർക്കും വാഹനം ഓടിച്ചു വരുന്ന ആളുകൾക്കുമായിരുന്നു. എന്തായാലും ആ പോസ്റ്റുകൾ മാറ്റുന്ന പ്രക്രിയകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നൗഫൽ.